ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോട്ടയം സ്പെഷ്യൽ കപ്പ വേവിച്ചതാണ്. കപ്പ പുഴുക്കെന്നും കപ്പ കൊഴിച്ചതെന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ വിഭവം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു വെച്ചിട്ടുണ്ട്. അരപ്പിനാവശ്യമായ സാധനങ്ങൾ: തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയാണ്. ആദ്യം തന്നെ ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. കപ്പ വേവിക്കാനായിട്ട് എപ്പോഴും കുറച്ച് വെള്ളം കൂടുതൽ വെക്കണം. ഇനി ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. ഞാൻ അരപ്പിലാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികമായിട്ട് ചേർക്കണം, കാരണം നമ്മൾ ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. കുറച്ച് അധികമായിട്ട് ചേർത്താലേ കപ്പയിൽ കുറച്ചെങ്കിലും ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കപ്പ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കപ്പ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഊറ്റിക്കളയാം. ഇപ്പോൾ കപ്പയിൽ നിന്ന് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഒരുപാടങ്ങ് അരഞ്ഞു പോവരുത്, നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പും കപ്പയും കൂടെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ വലിയൊരു തവിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ തുടുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചാണ് നമ്മൾ കപ്പ ഇളക്കുന്നത്. അത് ഈ തെങ്ങിൻ്റെയും പനയുടെയും ഒക്കെ മടല് ചെത്തി ഒരുക്കി ഒരു വലിയ കഷ്ണമായിട്ട് ചെത്തി ഒരുക്കും. അതുപയോഗിച്ചാണ് കപ്പ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് തന്നെ കപ്പ ഇങ്ങനെ മിക്സായി വരും. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഈ തവി ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങൾ അരപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ കപ്പയിൽ വെള്ളം കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശം കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾ ലേശം വെള്ളം അതിലോട്ട് തളിച്ചു കൊടുക്കണം. എന്നിട്ട് അരപ്പും കൂടെ ഒന്ന് വെന്ത് കിട്ടുന്ന പോലെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെന്ന് വല്ലതും തോന്നിയാൽ ഉപ്പിട്ട് കൊടുക്കണം. പക്ഷെ ഉപ്പ് ഒരിടത്ത് തന്നെ അടിഞ്ഞ് കിടക്കരുത്, അത് നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഇവിടെ കപ്പ ഇച്ചിരി ഒന്ന് കുഴഞ്ഞ പരുവാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നന്നായിട്ടിത് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് കുഴഞ്ഞൊന്നും പോകുന്നില്ല, പക്ഷെ കുറേയൊക്കെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കുകയാണ്. ഇത് പിന്നെ ഫ്രോസൺ കപ്പയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പച്ചക്കപ്പ കിട്ടാൻ ഇച്ചിരി പാടാണ്. നാട്ടിൽ വന്നതിന് ശേഷം പച്ചക്കപ്പ വെച്ചും വാട്ടുകപ്പ വെച്ചും ഒക്കെ നമുക്ക് പുഴുക്കുണ്ടാക്കാം. ഇപ്പം കപ്പ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ കറക്റ്റ് പാകമായിട്ട് വരും. ഇനി ഞാൻ ഇതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാൻ പോവാണ്. അതിനുവേണ്ടി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടെ മുറിച്ച് ചേർത്ത് കൊടുക്കാം. വറവ് തയ്യാറായിട്ടുണ്ട്. ഇതിന് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാൻ പോവുകയാണേ. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് പാകമായിട്ട് നമ്മുടെ കപ്പ വേവിച്ചത് ആയി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കപ്പ വേവിച്ചതും നല്ല കുറുകിയ ചാറുള്ള കോട്ടയം സ്പെഷ്യലായിട്ടുള്ള മീൻ കറിയും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ ഒക്കെ വീടുകളിൽ ഇത് ഉണ്ടാക്കുന്നതാണ്. ചിലയിടത്തെങ്കിലും കടുക് പൊട്ടിക്കാതാണ് കപ്പ ഉണ്ടാക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ തയ്യാറാക്കാറുണ്ട്. ധൃതിയുള്ള സമയങ്ങളിൽ കടുക് പൊട്ടിക്കാൻ പോകാറില്ല. പക്ഷെ ഇങ്ങനെയൊന്ന് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഈ കുറുകിയ ചാറുള്ള ഈ മീൻകറിയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്ക്. എന്നെ ടേസ്റ്റ് ആണെന്നറിയാവോ? അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.